വെൽക്കം ടു എക്സൽ PSC. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് AK ഗോപാലിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്. ആദ്യത്തേത്, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട നേതാവ്. AKജിയെയാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടത്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് 1936 പട്ടിണി ജാഥ നയിച്ചത് AKജിയാണ്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് 1936 പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ. പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ്. പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് AKജി. തിരുവിതാംകൂറിലെ ഉത്തരവാദി പ്രക്ഷോഭണ കാലത്ത് മലബാറിൽ നിന്ന് ജാഥ നയിച്ചെത്തി ആലുവയിൽ വെച്ച് അറസ്റ്റിലായ നേതാവും AKജിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു AKജി. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AKജിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. CPM കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനത്തിന് ആരുടെ ഓർമ്മയ്ക്കായി പേരിട്ടിരിക്കുന്നു? AKജിയുടെ പേരാണ് CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് നൽകിയിരിക്കുന്നത്. ലോക്സഭയിലെ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവ് AKജി ആയിരുന്നു. ഷാജി N കരുൺ സംവിധാനം ചെയ്ത അതിജീവനത്തിൻ്റെ കനൽ വഴികൾ എന്ന സിനിമ ആരുടെ ജീവിതം പ്രമേയമാക്കിയുള്ളതാണ്? AKജിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമയുടെ പേരാണ് അതിജീവനത്തിൻ്റെ കനൽ വഴികൾ. സംവിധായകൻ ഷാജി N കരുൺ. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവ് AKജി. 1952 മുതൽ 1977 മരിക്കും വരെ തുടർച്ചയായി 25 വർഷം ലോകസഭാംഗമായിരുന്ന കേരളീയൻ AKജിയാണ്. CPM കേരള ഘടകത്തിൻ്റെ ആസ്ഥാനത്തിന് ആരുടെ സ്മരണാർത്ഥമാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? AKജിയുടെ സ്മരണാർത്ഥമാണ് CPM കേരള ഘടകത്തിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് AKജിയെക്കുറിച്ച് അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.